ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് നമുക്ക് കാണിച്ചു തരാം. നല്ല കുറച്ചൊക്കെ കാണുന്നുണ്ടായിരുന്നു. പുറത്ത് പോവാം, എന്തും പുറത്തിരുന്നാൽ ചെയ്യാം. കാരണം എനിക്ക് അതാ ഇഷ്ടം. ആദ്യം ഞാൻ കണ്ട ഇങ്ങനത്തെ ഒരു ഡപ്പ വാങ്ങി. എനിക്ക് കളറും ഇതൊക്കെ ഇട്ടാക്കാനൊന്ന് വാങ്ങി. പിന്നെ ഇതേപോലത്തെ 2 ഡയറി വാങ്ങി. ഇതേപോലത്തെ കുറേ ഇതൊന്ന് പിന്നെ ഇത് 2 കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഞങ്ങൾക്ക് രണ്ടാക്കും സ്കൂളിലേക്കാണ് ഇത് വാങ്ങിയത്. ഞങ്ങൾക്ക് ഡയറി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. എനിക്ക് വെള്ളിയാഴ്ച മാത്രം എഴുതിയാൽ മതി. എനിക്ക് എല്ലാ ദിവസവും എഴുതണം. പിന്നെ കണ്ടോ, ഒരു ഗിൽട്ടർ പേപ്പറും വാങ്ങി. ഗിൽട്ടർ പേപ്പറല്ല, ഗിൽട്ടർ പേപ്പർസ്. പിന്നെ കുറച്ച് കളർ പേപ്പർ വാങ്ങി. എനിക്ക് സ്കൂളിലായിട്ട് ചിലപ്പോൾ ടീച്ചർ പറയാറുണ്ട് മീനിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ. ഇതെനിക്ക് മലയാളം എഴുതാൻ എനിക്കൊരു ബുക്കില്ല. അപ്പോൾ ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് മലയാളം എഴുതാനൊരു ബുക്കില്ല. പിന്നെ കിട്ടണില്ല, കൈ കുടുങ്ങിപ്പോയി കവറിൽ. കുറച്ച് പേനകളും പെൻസിലും വാങ്ങി. അവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു കട്ടറും വാങ്ങി. കുഴപ്പിക്കാൻ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് കട്ടറൊന്നും ഇല്ല. എൻ്റെ കട്ടറൊക്കെ എൻ്റെ അനിയനും അവനൊക്കെ എവിടെയെങ്കിലൊക്കെ ഇടും. പിന്നെ ഞാനൊരു ചീർപ്പ് വാങ്ങിയിട്ട് മുടി ചിക്കൻ നല്ല രസം നല്ല രസത്തിലൊക്കെ വാരാ. പിന്നെ ഞാൻ കുറച്ച് 2 മുടിമണ്ണ് വാങ്ങിയിട്ടുള്ളൂ. 2 മുടിമണ്ണ്. പിന്നെ ഒരു പെയിൻറ്റും വാങ്ങി. പെയിൻ്റ് ആട്ടോ, അത് പെയിൻറ്റ്. ഇനി ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, ഒരു പശ ഗ്ലൂ. പിന്നെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ ഇതിൽ. ഇത് അവസാനത്തെ സാധനം കണ്ട, ഒരു ഹെയർ ക്ലിപ്പാണ്. ഇത് കുത്താൻ പറ്റുന്ന അതേപോലൊക്കെ ഇവിടെ ഇങ്ങനെ കുത്തിയൊക്കെ വെക്കാം. പിങ്ക് ഡ്രസ്സിനാണ് ഞാനിത് വാങ്ങിയത്. എൻ്റെ അമ്മച്ചീൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഞാൻ വാങ്ങിയതാട്ടത്. ഈ മുടി ബണ്ണും ഇടാൻ വാങ്ങിയത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങൾ വാങ്ങി. അത്ര സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. കുറച്ച് വാങ്ങിയിട്ടുള്ളൂ, കുറച്ച്. എൻ്റെ അപ്പച്ചി പറഞ്ഞു ആവശ്യമുള്ളത് വാങ്ങിയാൽ മതി. പിന്നെ കളറും ഇതൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കരുതി അതൊന്നും വാങ്ങണ്ട. അവിടെ കളറിനൊക്കെ 10 റുപ്യ 20 റുപ്യക്ക്. ഓയിൽ പേസ്റ്റിൻ്റെ അവിടെ 10 റുപ്യക്ക്. ഇത്ര ആയപ്പോഴൊന്നും കിട്ടും. ഇത്ര ആയപ്പോഴുള്ള ഞാൻ സാധാ ക്രയോണൊക്കെ കിട്ടും ഒരു പെട്ടിയിൽ. അത്ര വലിപ്പമുള്ള ഒരു ഇതും കിട്ടും. അതിൻ്റെ കാര്യം പറയാറുണ്ട്. ഞാനും എൻ്റെ അനിയത്തി, എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി ഞങ്ങൾ മുട്ടായി കച്ചവടം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല പൈസ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കുറേ മിഠായി വാങ്ങുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ആദ്യം നടത്തിയപ്പോൾ ഈ 10 റുപ്യ കിട്ടി. പിന്നെ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് 28 റുപ്യ കിട്ടി. ഞങ്ങൾ മുട്ടായി ഞങ്ങൾ ബുധനാഴ്ച, ഇത് ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആണ്. നാളെ അതിൻ്റെ അപ്പച്ചിക്ക് കാട ഫാമാണ് ജോലി. കാടന് വിൽക്കുക. അപ്പോൾ ബുധനാഴ്ച കുറേ ആൾക്കാർ കാടനെ കൊടുക്കാനൊക്കെ വരും. വിരിക്കാനും കാടമുട്ട കൊടുക്കാനൊക്കെ വരും. അപ്പോൾ ആരെയും ഉണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങും. ബൈ. എല്ലാവർക്കും ടാറ്റ കൊടുത്ത ടാറ്റാ.